നമസ്കാരം, ഞാൻ പ്രവേശന നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ജൂലൈ മാസത്തിലെ മൂലം പൂരാടം ഉത്രാടം കാല ധനക്കൂറുകാരുടെ ചന്ദ്രാരുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. പൊതുവെ വീഡിയോയുടെ തുടക്കത്തിൽ പറയാറുള്ളത് പോലെ തന്നെ ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ, താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും, മോശഫലങ്ങളെ സൂചിപ്പിക്കാനിട വരും. നല്ല ഫലങ്ങളെ മനസ്സിലാക്കി ജീവിത വിജയം ഭരിക്കുവാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളെ ഉൾക്കൊണ്ട് അതിൽ നിന്ന് ഒരാളെങ്കിലും രക്ഷ നേടിയാൽ വളരെ വളരെ സന്തോഷം. എന്തായാലും ഈ വരുന്ന ജൂലൈ മാസത്തിൽ സൂര്യൻ്റെ സ്ഥിതി അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. മോശഫലമാണെന്നുണ്ടെങ്കിൽ ആ മോശഫലങ്ങളെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ആ മോശഫലങ്ങളെ മനസ്സിലാക്കി ആ മോശഫലങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് അകന്നു നിൽക്കാം, അല്ലേ? 17-ാം തീയതി വരെ 7-ലാണ് സൂര്യസ്ഥിതി, അതിനുശേഷം 8-ലേക്ക് വരും. 7-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് ഉദരവ്യാധി ഉണ്ടാവുക, വഴി നടക്കൽ, അലച്ചിലുണ്ടാവുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഉദരവ്യാധി എന്ന് പറയുന്നത് വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളാണ്. ഈ വയറ് സംബന്ധമായിട്ടുള്ള രോഗദുരിതങ്ങളൊക്കെ നമുക്ക് തന്നെ ഒരു പരിധിവരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും. ശുദ്ധമായിട്ടുള്ള വൃത്തിയായിട്ടുള്ള ഭക്ഷണം ശ്രദ്ധിച്ചു കഴിക്കുവാനായിട്ട് ശ്രമിക്കുക. 17-ാം തീയതിക്ക് ശേഷം 8-ലേക്ക് വരുന്ന സൂര്യനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മോശഫലങ്ങളായിക്കോട്ടെ, ആ മോശഫലങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞ് നമ്മൾ നല്ല രീതിയിൽ തന്നെ മഹാദേവനെ മനസ്സിരുത്തി ആരാധിച്ച് കഴിഞ്ഞാൽ ഈ മോശഫലം നമ്മളിലേക്ക് വന്നു ചേരുകയും ചെയ്യില്ല. നാമസങ്കീർത്തനമസ്യ സർവപാപത്രനാശനം, അങ്ങനെയാണ് പറയുന്നത് എൻ്റെ ഗ്രന്ഥങ്ങളിൽ. അതുപോലെ എല്ലാവർക്കും അറിയാം, നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖദുരിതങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ലളിതമായിട്ടുള്ള ഉപായം നാമജപമാണ്. അതിൻ്റെ ഏറെ ലളിതമായിട്ടുള്ളൊരു മറ്റൊരു കാര്യമില്ല. അപ്പം നമ്മളുടെ അടുത്തുള്ളതായിട്ടുള്ള മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുക, നമുക്കറിയാവുന്നതായിട്ടുള്ള ശിവനാമങ്ങളും സ്തോത്രങ്ങളും ജപിക്കുക. പഞ്ചാക്ഷരം: ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം ഇത്യാദി നാമങ്ങളും സ്തോത്രങ്ങളൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ആ മഹാദേവന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ ആ മഹാദേവന്റെ അനുഗ്രഹം നമ്മളിലേക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ മോശഫലമൊന്നും വന്നു ചേരില്ല, അല്ലേ? ഒരു മോശഫലവും വന്നു ചേരില്ല. ഈ വരുന്ന ജൂലൈ മാസത്തിൽ ചൊവ്വയ്ക്ക് രാശിമാറ്റമില്ല. അതിനേക്കാൾ കൂടുതൽ നല്ല ഫലത്തെയാണ് 6 നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത്. 6 നിൽക്കുന്ന ചൊവ്വയെക്കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലങ്ങൾ അസൂയാലുക്കളുടെ വർധനവില്ലാതാവുക, അതായത് ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജോലി സംബന്ധമായിട്ട് ഉയർച്ച വന്നു ചേരുക, ബിസിനസ് ചെയ്യുന്നവർക്കും ഉയർച്ച വന്നു ചേരുക, പുതിയ അവസരങ്ങൾ വന്നു ചേരുക, ഭൂമി ലാഭം, ദ്രവ്യലാഭം, ധനലാഭം. ഭൂമി സംബന്ധമായിട്ട് തർക്ക വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തർക്കങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ തന്നെ പരിഹാരം വന്നു ചേരുക. ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഭൂമി നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് ഭൂമിയിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ഫലം വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക. വളരെ നല്ല ഫലമാണ് 6-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട്. ഈ വരുന്ന ജൂലൈ മാസത്തിൽ ബുധന് 2 രാശിമാറ്റമുണ്ട്. ചൊവ്വയ്ക്ക് രാശിമാറ്റമില്ല എങ്കിൽ പോലും ബുധന് രാശിമാറ്റമുണ്ട്. 7-ാം തീയതി വരെ 8-ലാണ് ബുധൻ. അതിനുശേഷം 8-ൽ നിൽക്കുന്ന ബുധൻ 9-ലേക്കല്ല വരുന്നത്, തിരിച്ച് 7-ലേക്കാണ് വരുന്നത്. 7 എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനം മിഥുനം രാശിയാണ്. 8-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് 7-ാം തീയതി വരെ വളരെ നല്ല ഫലത്തെയാണ് ധനക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം വന്നു ചേരുക, കർമ്മസിദ്ധി വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, കുടുംബസുഖം അനുഭവേദ്യമായിട്ട് വരിക. സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭർത്താവിനോടും കുട്ടികളോടും കൂടി സുഖമായിട്ട് വസിക്കുക. അതേപോലെ തന്നെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും കൂടി സുഖമായിട്ട് വസിക്കുക. ധനലാഭം ഉണ്ടാവുക, കർമ്മ വിജയം വന്നു ചേരുക, നിപുണത, സാമർഥ്യം ഏറ്റവും നല്ല ഫലമാണ്. വിദ്യാപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും നല്ല ഫലം. വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഉന്നത വിജയം വന്നു ചേരുക. അതേപോലെ തന്നെ ജോലി സംബന്ധമായിട്ടൊക്കെ പരിശ്രമിക്കുമ്പോൾ, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ശോഭിക്കുന്ന വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 7-ാം തീയതിക്ക് ശേഷം വക്രഗതിയാണ് ബുധനെന്ന് ഞാൻ പറഞ്ഞു. മിഥുനം രാശിയിലേക്കാണ് വരുന്നത്, 7-ലേക്കാണ് വരുന്നത്. 7-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ, 7 എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ കലഹം വന്നു ചേരില്ല താനും. കാരണം മിഥുനം രാശി എന്ന് പറയുന്നത് ബുധന് വളരെ ഇഷ്ടമായിട്ടുള്ള സ്ഥാനമാണ്. ഇഷ്ടമായിട്ടുള്ള സ്ഥാനത്ത് ഒരു ഗ്രഹം നിൽക്കുമ്പോൾ ആ ഗ്രഹത്തിന്റെ നല്ല ഫലങ്ങളല്ലേ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുള്ളൂ. ഈ കാലയളവിൽ ജനിക്കുന്നതായിട്ടുള്ള കുട്ടികൾക്ക് ഭദ്രയോഗം എന്ന് പറയുന്നതായിട്ടുള്ള നല്ല ഫലം തന്നെയുണ്ട്. വാഗ്മീപടൂപവന പിത്തകഭപ്രധാന, നല്ല വാക്സാമർഥ്യം, ബുദ്ധിസാമർഥ്യം, ശാസ്ത്രാർത്ഥവിദ്രുതീതോ ദേവഭക്ത, ഈശ്വരഭക്തി ഉണ്ടാവുക. ശ്യാമകലാസുതിമിടോ ബഹുവർഷജീവി, കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇഷ്ടം ഉണ്ടാവുക. ബഹുവർഷജീവി ദീർഘായുസിനെ സൂചിപ്പിക്കുന്നു. അതായത് വളരെ നല്ല ഫലമാണ് മിഥുനം രാശിയിൽ ബുധൻ നിൽക്കുമ്പോൾ. പക്ഷെ ആ സ്ഥാനം കൊണ്ട് നോക്കുമ്പോൾ കലഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ മിഥുനം രാശി ആയതുകൊണ്ട് തന്നെ ധനക്കൂറുകാർക്ക് കലഹം വന്നു ചേരില്ല, മോശഫലം വന്നു ചേരില്ല.
ഈ കഴിഞ്ഞ വ്യാഴത്തിന്റെ രാശിമാറ്റത്തോടു കൂടി 7-ൽ നിൽക്കുന്നതായിട്ടുള്ള വ്യാഴം 8-ലേക്ക് വന്നു. 8-ൽ നിൽക്കുന്ന വ്യാഴം അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് അറിയാമെങ്കിൽ പോലും, അതായത് 8-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് ജാതാവാ വിഫല വിനഷ്ടവികല തത്രാദി കഷ്ടോഷ്ടമ, ജാതാവാ വിഫല ഉണ്ടായാലും പല യോഗഫലങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാത്ത മോശഫലത്തെ സൂചിപ്പിക്കുന്നു. പല വിധേന വഴി നടക്കല, അലച്ചില്. പക്ഷേ കർക്കിടകൻ രാശി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ വ്യാഴത്തിന് വളരെ ഇഷ്ടമായിട്ടുള്ള ഉച്ചക്ഷേത്രമാണ് കർക്കിടകൻ രാശി. അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള മോശഫലം വന്നു ചേരില്ല എന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. കാരണം നമ്മൾക്ക് ഇഷ്ടമായിട്ടുള്ള സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സന്തോഷമല്ലേ ഉണ്ടാവും. പിന്നെ അത് കൂടാതെ തന്നെ ധനക്കൂറുകാരുടെ ആ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ചുള്ള, അതായത് വ്യാഴത്തിന്റെ ദൃഷ്ടി സംബന്ധമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. എന്തായാലും വ്യാഴം 8-ലേക്ക് വരുന്നത് ദൈവാധീന കുറവാണ് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്ന പലർക്കും അറിയാം. എന്നിരുന്നാൽ പോലും അത്രയേറെ മോശം ഫലം വന്നു ചേരില്ല എന്ന് മനസ്സിലാക്കണം. ദൃഷ്ടി സംബന്ധമായിട്ട് നോക്കുമ്പോൾ പല നല്ല ഫലങ്ങളും വന്നു ചേരും എന്ന് മനസ്സിലാക്കണം. 4-ാം തീയതി വരെ 8-ലാണ് ശുക്രൻ. ഈ വരുന്ന ജൂലൈ മാസത്തിൽ ശുക്രന് 2 രാശി മാറ്റമുണ്ട്. 4-ാം തീയതി വരെ 8-ലാണ് ശുക്രൻ. അതിനുശേഷം 9-ലേക്ക് വരും. 8-ൽ നിൽക്കുമ്പോഴും 9-ൽ നിൽക്കുമ്പോഴും ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 8-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് ഗൃഹം മോടി പിടിപ്പിക്കുക, ഗൃഹത്തേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ നമുക്ക് വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകിക സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, യാത്രകൾ ചെയ്യുവാനായിട്ട് സാധിക്കുക. 9-ലേക്ക് വരുമ്പോഴും നല്ല ഫലമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഗുണാനുഭവങ്ങൾ, ഭാഗ്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, കുടുംബസുഖം, ധനലാഭം, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ഏറ്റവും നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ 8-ൽ നിൽക്കുമ്പോഴായിക്കോട്ടെ 9-ലായിക്കോട്ടെ ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുറച്ചു കാലമായിട്ട് 4-ലാണ് ശനി. 4-ൽ നിൽക്കുന്ന ശനി അത്ര നല്ല ഫലമല്ല, കണ്ടകശനി സ്ഥാനമാണെന്നൊക്കെ പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. വിചാരിക്കാതെ തന്നെ മറ്റു പലരോടും കലഹം ഉണ്ടാവുക, മാതാ സുഹൃത് മാതുലഭാഗ്യനെയോ ജ്ഞേയം സുഖം, സുഖക്കുറവുണ്ടാവുക, ഏത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ഉയർച്ച വന്നു ചേരാത്ത, അതായത് ധനലാഭം കുറയുന്നൊരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ മോശഫലമാണല്ലോ ധനക്കൂറുകാർക്ക് എന്ന് വിചാരിച്ച് പരിഭ്രമിക്കുകയല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഫലങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഫലത്തിൽ നിന്ന് മുക്തി നേടുവാനായിട്ട് സാധിക്കും, അല്ലേ? മഹാദേവനെ നല്ലോണം മനസ്സിരുത്തി വിചാരിച്ച് പ്രാർത്ഥിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല, ഒരു മോശഫലവും വന്നു ചേരില്ല. ശനൈശ്വരായ നാമം ജപിക്കുക. ക്ഷേത്ര ദർശനം സാധ്യമാവുകയാണെന്നുണ്ടെങ്കിൽ മഹാദേവ ക്ഷേത്ര ദർശനം ചെയ്യുക. ക്ഷേത്ര ദർശനം പറ്റാത്തവർ ഒട്ടനവധി ആൾക്കാരുണ്ടാവും. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം തന്നെ പറ്റിയെന്ന് വരില്ലല്ലോ. പക്ഷെ നമ്മൾ എവിടെയാണെന്നുണ്ടെങ്കിലും ആ മഹാദേവ സ്വരൂപം മനസ്സിരുത്തി വിചാരിച്ച് പ്രാർത്ഥിക്കാലോ. 3-ലാണ് രാഹു. 3-ൽ നിൽക്കുന്ന രാഹു വളരെ നല്ല ഫലമാണ് താൻ. ഓരോ ഗ്രഹങ്ങൾ ഓരോ രാശിയിൽ നിൽക്കുമ്പോൾ പരസ്പര വൈരുദ്ധ്യങ്ങളായിട്ടുള്ള ഫലങ്ങൾ നമുക്ക് ജ്യോതിഷത്തിൽ ഉടനീളം കാണുവാനായിട്ട് സാധിക്കും. ഓരോ ഗ്രഹങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഫലങ്ങളെ സൂചിപ്പിക്കുന്നത് ഏത് ഗ്രഹമാണ് നല്ല സ്ഥാനത്ത്, ഏത് ഗ്രഹമാണ് മോശ സ്ഥാനത്ത് എന്ന് നമുക്ക് തന്നെ സ്വയം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുമല്ലോ. 3-ൽ നിൽക്കുന്ന രാഹുവിനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല നല്ല ശുഭകാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക, ഇഷ്ടകാര്യ ലാഭം, ഇഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക. 3-ലും 11-ലും നിൽക്കുമ്പോൾ മാത്രമേ രാഹുവിനെ കൊണ്ട് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കുന്നുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഭാവമായിട്ടുള്ള 9-ൽ കേതു നിൽക്കുന്നത് നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങളെ കുറയ്ക്കുന്നുണ്ട്. ഏത് കാര്യങ്ങൾക്കും നമുക്ക് ഭാഗ്യവും കൂടി വേണം. ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു, ജോലി സംബന്ധമായിട്ട് ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു. പക്ഷേ അതെല്ലാം പതുക്കിയാക്കി തീർക്കുന്നൊരു ഫലമാണ് ഭാഗ്യസ്ഥാനത്ത് 9-ൽ കേതു നിൽക്കുമ്പോൾ. മഹാഗണപതി ഭഗവാനെ നല്ലോണം മനസ്സിരുത്തി വിചാരിച്ച് പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ ആ വിഘ്നങ്ങളെല്ലാം മാറും. എന്തായാലും ധനക്കൂറുകാരെ പല ഗ്രഹങ്ങളും നല്ല സ്ഥാനത്തുണ്ട്, പല ഗ്രഹങ്ങളും കുറച്ച് മോശസ്ഥാനത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖദുരിതങ്ങളെ നമ്മളുടെ നാമജപത്തിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ, കുറയ്ക്കുവാൻ, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് തന്നെ 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിന് വരാവുന്നതാണ്. നന്ദി, നമസ്കാരം.